മാസ്റ്റർ കെ അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത് ക്ലാസ് ഡ്യൂട്ടിറോമൈക്കോട്ടയെ കുറിച്ചിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സും അവരുടെ റീപ്രൊഡക്ഷനും മെത്തേഡ്സും കാര്യങ്ങളൊക്കെയാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഡ്യൂട്ടിറോമൈക്കോട്ട അല്ലെങ്കിൽ ഡ്യൂട്ടിറോമൈസിറ്റ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് ഫഞ്ചൈ വരുമ്പോഴത്തേക്കും ദീസ് ആർ ആക്ച്വലി ഫഞ്ചൈ ഇംപെർഫെക്റ്റ്. അതായത് ഈ പറയുന്ന ഗ്രൂപ്പിനകത്തുള്ള ഫംഗൽ മെമ്പേഴ്സിൻ്റെ ഒന്നും സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ കണ്ടുപിടിച്ചിട്ടില്ല. ഓക്കെ, അതല്ലെങ്കിൽ നമുക്ക് അറിയില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള ഫഞ്ചൈനെ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ആക്ച്വലി ക്ലാസ് ഡ്യൂട്ടിറോമൈക്കോട്ട എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ this class comprises a group of fungi in which only the asexual or imperfect stage is known. Imperfect stage എന്ന് വിളിക്കാൻ കാര്യം പെർഫെക്റ്റ് സ്റ്റേജ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വിൽ ബി ഡെഫിനറ്റ്ലി സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്. അപ്പോൾ അങ്ങനെയുള്ള പെർഫെക്റ്റ് സ്റ്റേജ് ഇവിടെ ആബ്സെൻ്റ് ആയതുകൊണ്ടാണ് ഇവരെ ഇംപെർഫെക്റ്റ് ഫഞ്ചൈ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ ഇംപെർഫെക്റ്റ് സ്റ്റേജ് മാത്രമേ നമുക്കറിയുള്ളൂ. ദ സെക്ഷൽ സ്റ്റേജ് ഈസ് കോൾഡ് പെർഫെക്റ്റ് സ്റ്റേജ് വിച്ച് ഈസ് അൺനോൺ. ഇത് നമുക്കറിയില്ല. ദ റീപ്രൊഡ്യൂസ് ബൈ അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ് ഇവർ ക്യാരി ഔട്ട് ചെയ്യുന്നത് ബൈ ദി ഫോർമേഷൻ ഓഫ് കൊണീഡിയ. കൊണീഡിയ തന്നെയാണ് ഇവിടുത്തെ എന്താണ് അസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ദെൻ ഫഞ്ചൈ ഓഫ് ദിസ് ക്ലാസ് ഓൾസോ നോൺ ആസ് ഫഞ്ചൈ ഇംപെർഫെക്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്. ദേ ആർ കൺസിഡേർഡ് ടു ബി കൊണീഡിയൽ സ്റ്റേജ് ഓഫ് ആസ്കോമൈസിറ്റ്സ് ഓർ ബെസിഡിയോമൈസിറ്റ്സ്. കൊണീഡിയൽ സ്റ്റേജ് ഓഫ് ആസ്കോമൈസിറ്റ്സ് അല്ലെങ്കിൽ ബെസിഡിയോമൈസിറ്റ്സ് എന്ന് വിളിക്കും. കാരണം ബിക്കോസ് ദിസ് സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ സെക്ഷൽ സ്റ്റേജ് ഈസ് ആബ്സെൻറ്റ് ഹിയർ. പിന്നെ അത് കൂടാണ്ട് ആസ്കോമൈസിറ്റ്സ് അല്ലെങ്കിൽ ബെസിഡിയോമൈസിറ്റ്സുമായിട്ട് ഇവരെ കമ്പയർ ചെയ്യുന്നു, വേറൊരു ഗ്രൂപ്പുമായിട്ട് ഇവരെ കമ്പയർ ചെയ്യുന്നില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് ഈ പറയുന്ന ഡ്യൂട്ടിറോമൈസിറ്റ്സിനകത്തിരിക്കുന്ന ഏത് മെമ്പറിൻ്റെ ആയിക്കോട്ടെ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണ് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായി തുടങ്ങുന്നൊരു സമയത്ത് അവരെ ഡ്യൂട്ടിറോമൈസിറ്റ്സിനകത്തുനിന്ന് എടുത്തു മാറ്റാൻ പോകുന്ന രണ്ട് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ഒന്നെങ്കിൽ അവരെ മൂവ് ചെയ്യിപ്പിക്കുന്നത് അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുന്നത് ഫ്രം ഡ്യൂട്ടിറോമൈസിറ്റ്സ് ടു ആസ്കോമൈസിറ്റ്സ് ആയിരിക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇവരെ ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുന്നത് ടു ബെസിഡിയോമൈസിറ്റ്സ് ആയിരിക്കാം. ഈ രണ്ട് ക്ലാസ്സിലേക്ക് മാത്രമേ ഇവരെ മാറ്റുള്ളൂ. ബിക്കോസ് ദി താലസ് ആണ് ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്. ഈ പറയുന്ന ആസ്കോമൈസിറ്റ്സ് ആയിക്കോട്ടെ, ബെസിഡിയോമൈസിറ്റ്സ് ആയിക്കോട്ടെ, ഡ്യൂട്ടിറോമൈസിറ്റ്സ് ആയിക്കോട്ടെ, ഈ മൂന്നെണ്ണത്തിൻ്റെയും താലസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈഫേ എന്ന് പറയുന്നത് ഈ സെപ്റ്റേറ്റ് ആൻഡ് ബ്രാഞ്ച്ഡ് ആൻഡ് സെപ്റ്റേറ്റ് ആയിട്ടുള്ള ഹൈഫേ ആണ്. ബാക്കിയുള്ളവർക്ക് അങ്ങനെയല്ല. അതുകൊണ്ടാണ് ഇവരെന്ത് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. ഓക്കെ, ദെൻ ഇത് ആക്ച്വലി പെനിസീലിയത്തിൻ്റെ സ്ട്രക്ചറാണ് കേട്ടോ. ഇത് ഞാൻ കൈ തട്ടിയിട്ട് ആക്ച്വലി ഇതായതാണ്. ഡ്യൂട്ടിറോമൈസിറ്റ്സ് വരുന്നത് ഇതല്ല, കൊളിറ്റോട്രിക്കും ഒക്കെയാണ്. ദെൻ ഒക്കറൻസ് ആൻഡ് ഇമ്പോർട്ടൻസ്. ഈ പറയുന്ന ഡ്യൂട്ടിറോമൈസിറ്റ്സിൻ്റെ ഒക്കറൻസ് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ടെറസ്ട്രിയലാണ്. സംടൈംസ് മറൈൻ ഫ്രഷ് വാട്ടർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. മോസ്റ്റ്ലി സാപ്രോട്രോഫിക് അല്ലെങ്കിൽ സാപ്രോബിക് ആയിട്ടുള്ള ഫഞ്ചൈ ആണ് ആര് ഡ്യൂട്ടിറോമൈസിറ്റ്സ് എന്ന് പറയുന്നത്. സം ആർ വീക്ക് പാരസൈറ്റ്സ്. ചിലത് പാരസൈറ്റ്സ് ആണ്, പക്ഷെ അങ്ങനെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള പാരസൈറ്റ്സ് ഒന്നുമല്ല. സം മെമ്പേഴ്സ് ആർ പാരസൈറ്റ്സ് ഓൺ അതർ ഫഞ്ചൈ. ചിലത് വേറെ ഫഞ്ചൈ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് പാരസൈറ്റിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. ദെൻ സം ക്യാൻ ട്രാപ്പ് നെമറ്റോഡ്സ്. ചിലതിന് നെമറ്റോഡ്സിനെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി പറ്റും. ചില ഡിസീസ് കോസ് ചെയ്യുന്നുണ്ട്. ഡിസീസ് കോസ് ചെയ്യിപ്പിക്കുന്നുണ്ട് ഇൻ പ്ലാന്റ്സ്, ഹ്യൂമൻ ബീങ്സ്, ആനിമൽസിനകത്തൊക്കെ ചില ഡിസീസ് കോസ് ചെയ്യുന്നത്. ചിലത് പറഞ്ഞു കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സിൻ്റെയൊക്കെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ താലസിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള മൈസീലിയം ആണ്, വിച്ച് ഈസ് സെപ്റ്റേറ്റ് ആണ്. അതായത് ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള വളരെ നല്ല വലിയ മൈസീലിയം പ്രസൻ്റ് ആണ്. ദെൻ ബ്രാഞ്ച്ഡ് ഹൈഫയാണ് ഹൂസ് സെൽസ് ആർ മൾട്ടി ന്യൂക്ലിയേറ്റ്. ഇവരുടെ സെൽസ് എന്താണ് മൾട്ടി ന്യൂക്ലിയേറ്റ് ആണ്. അതുപോലെ തന്നെ സംടൈംസ് ഇറ്റ് ഫോംസ് സ്യൂഡോമൈസീലിയം. മൈസീലിയം പോലെ തോന്നുന്ന സ്ട്രക്ചറിനെയും ഇവരെന്ത് ചെയ്യുന്നുണ്ട് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ദെൻ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. എസെക്ഷൽ സ്പോർ എന്ന് പറയുന്നത് ഏതാണ് കൊണിഡിയ അല്ലെങ്കിൽ കൊണിഡിയോ സ്പോർസ് ആണ് ഇവിടുത്തെ എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. നോക്കേ, സ്പോർസ് ഓഫ് ഡ്യൂട്ടിറോമൈസിറ്റ്സ് ആർ കൊണിഡിയ ആണ്. വിച്ച് ആർ നോൺ മോട്ടൈൽ ആണ്. അസെക്ഷൽ സ്പോർസ് ആണ്. ഫോംഡ് എയ്തർ അറ്റ് ദി ടിപ്പ് ഓർ ടിപ്സ് ഓഫ് ബ്രാഞ്ചസിൻ്റെ ടിപ്പിൽ അല്ലെങ്കിൽ ടിപ്സിലായിട്ടായിരിക്കും കാണാൻ വേണ്ടി പറ്റുന്നത്. ദി സെൽസ് വിച്ച് ഫോംസ് കൊണീഡിയം ഈസ് ജനറലി കോൾഡ് സ്പോറോജിനസ് സെൽ.
കൊണീഡിയം ആയിട്ട് അല്ലെങ്കിൽ കൊണീഡിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന സെൽസിനെ വിളിക്കുന്നത് സ്പോറോജിനസ് സെൽ എന്നാണ്. ഈ പറയുന്ന സ്പോറോജിനസ് സെല്ലിന് ഡിവിഷൻ നടന്നിട്ടാണ് കൊണീഡിയോ അല്ലെങ്കിൽ കൊണീഡിയോ സ്പോർസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ദി ഷേപ്പ് ഓഫ് ദി കൊണീഡിയ വേരി ഗ്രേറ്റ്ലി മേ ബി സ്പെറിക്കൽ, അതായത് കൊണീഡിയയുടെ ഷേപ്പ് വേരി ചെയ്യുന്നുണ്ട്. അതുപോലെ കൊണീഡിയക്കകത്തിരിക്കുന്ന സെൽസിൻ്റെ നമ്പറും വേരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഷേപ്പ് ഓഫ് ദി കൊണീഡിയ വേരി ചെയ്യുന്നത് മേ ബി സ്പെറിക്കൽ ആകാം, ഗ്ലോബോസ്, ഇലോങ്കേറ്റഡ്, ഒപ്ക്ലാവേറ്റ്, ദെൻ ത്രെഡ് ലൈക്ക്, സ്റ്റാബ് ഷേപ്ഡ്, കോയിൽ ഓർ കർവ്ഡ്, ഇങ്ങനെ കുറേ ഷേപ്പിലൊക്കെ വരുന്നത്. ദെൻ ദി നമ്പർ ഓഫ് സെൽ പെർ സ്പോർസ്, കൊണീഡിയോ സ്പോർസിനകത്തിരിക്കുന്ന ഓരോ സ്പോറിൻ്റെയും സെൽസും വിൽ വേരി. യൂണിസെൽഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മൾട്ടി സെല്ലുലർ ആയിരിക്കാം, ബൈസെൽഡ് ആയിരിക്കാം, ഇങ്ങനെ കുറേ കണ്ടീഷൻസ് വരുന്നുണ്ട്. ഇനി മൾട്ടി സെൽഡ് ആണെന്നുണ്ടെങ്കിൽ തന്നെ അവിടെ വരുന്ന സെല്ലുലാർ ഡിവിഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെപ്റ്റ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ട്രാൻസ്വേഴ്സ് ഡിവിഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. ഓക്കെ, ഇതാണെങ്കിൽ ഒന്നെങ്കിൽ ട്രാൻസ്വേഴ്സ്, അതല്ലെന്നുണ്ടെങ്കിൽ ട്രാൻസ്വേഴ്സും ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷനിങ്ങും എവിടെ ഉണ്ടാവും? മൾട്ടി സെൽഡ് ആയിട്ടുള്ളതിനകത്ത് ഉണ്ടാവും. സെപ്റ്റ പ്രസന്റ് ആണ്. ഇനി കൊണീഡിയയുടെ വേറെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ കൊണീഡിയ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഹയാലിൻ ആയിരിക്കും അല്ലെങ്കിൽ കളേർഡ് ആയിരിക്കും. അതായത് ഒന്നെങ്കിൽ കളർലെസ് ആയിരിക്കും അല്ലെങ്കിൽ കളേർഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ആര് വരുന്നത്? ഈ പറയുന്ന കൊണീഡിയ വരുന്നത്. ഇനി കൊണീഡിയ ആർ ഫോംഡ് എയ്തർ സിംഗ്ലി ഓർ ഇൻ ക്ലസ്റ്റർ. അതല്ലെന്നുണ്ടെങ്കിൽ ഇവരെന്താവാം? ഒന്നെങ്കിൽ ഒറ്റയ്ക്ക് കൊണീഡിയ ഉണ്ടാവും, അതല്ലെങ്കിൽ ഇതിനെ ക്ലസ്റ്റർ ആയിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി നോക്കിക്കഴിഞ്ഞാൽ കൊണീഡിയോ ഫോർ ഈസ് എ സിമ്പിൾ ഓർ ബ്രാഞ്ച് എറൈസിങ് ഫ്രം സൊമാറ്റിക് സെൽ. സൊമാറ്റിക് സെല്ലിനകത്താണ് ആക്ച്വലി കൊണീഡിയോ ഫോർ എറൈസ് ചെയ്യുന്നത്. ദി സൊമാറ്റിക് സെൽ മേ ബി ഡിസ്റ്റിങ് ഫ്രം ദി അതർ സെൽസ്. വേറെ സെല്ലിനകത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വേരി ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന, അതിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സെൽസ് ആണ് ഈ പറഞ്ഞ എന്ത് സൊമാറ്റിക് സെൽസ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇപ്പോൾ പ്ലാൻ ബോഡി ഓക്കെ ഹൈഫൈ ഇരിക്കുവാണ്. ഹൈഫൈക്കകത്തോട്ട് ഒരു സെല്ല് സൊമാറ്റിക് സെല്ല് തന്നെയാണ്. ഈ സൊമാറ്റിക് സെല്ലിന് ഡിഫറൻഷ്യേഷൻ നടന്നിട്ടാണ് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്? കൊണീഡിയോ ഫോർ ആവുന്നത്. ഓക്കെ, കൊണീഡിയോ ഫോർ പറയുന്ന കൊണീഡിയോ ഫോറിനകത്താണെന്നാണ് ആര് ഡെവലപ്പ് ചെയ്യുന്നത്? കൊണീഡിയ ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൊണീഡിയോ സ്പോർസ് ഡെവലപ്പ് ചെയ്യുന്നത്. നോക്കൂ, നോർമൽ സെല്ലും സൊമാറ്റിക് സെല്ലിനകത്തുനിന്ന് തന്നെയാണ്. എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണല്ലോ. അപ്പോൾ സൊമാറ്റിക് സെല്ലിന് തന്നെ വേരിയേഷൻ നടന്നിട്ടാണ് എന്തായിട്ട് മാറുന്നത്? കൊണീഡിയോ ഫോർ ആവുന്നത്. ഓക്കെ, കൊണീഡിയോ ഫോറിനകത്തുനിന്ന് ആര് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്? കൊണീഡിയോ സ്പോർസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ ഓർഗനൈസേഷൻ ഓഫ് കൊണീഡിയോ ഫോർ. കൊണീഡിയോ ഫോർ ഉണ്ടാകുന്ന ഓർഗനൈസേഷൻ പറയുകയാണ്. ഇത് 2-3 ടൈപ്പിലുണ്ടാവാം. ഒന്നെങ്കിൽ കൊണീഡിയോ ഫോർസ് ബോൺ സിംഗ്ലി ഫ്രീ ഫ്രം വൺ അനദർ. ഒന്നെങ്കിൽ ഈ പറയുന്ന കൊണീഡിയോ ഫോർ സിംഗിളായിട്ട് തന്നെ ഉണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യും? ഒന്നിനകത്തും മറ്റൊന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ചറിയാൻ വേണ്ടി അല്ലെങ്കിൽ വേർതിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതല്ലാണ്ട് ദേ ആർ ഗ്രൂപ്പ് ടുഗദർ ഇൻ ദി ഫോം ഓഫ് സിനമ ഓർ സ്പോറോഡോക്കിയ. ഒന്നെങ്കിൽ സിനമ അല്ലെങ്കിൽ സ്പോറോഡോക്കിയയുടെ ഫോമിൽ ക്ലസ്റ്ററായിട്ട് ഫോം ചെയ്യും. ഈ ക്ലസ്റ്ററായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാലും അവർ ഒരു സ്റ്റേജ് അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ മെച്ചുവർ ആകുമ്പോഴത്തേക്കും ദർ വിൽ ബി സെപ്പറേറ്റഡ് ആയിട്ട് കാണാൻ വേണ്ടി വരും. മൂന്നാമത്തേത് എന്ന് പറയുന്നത് പ്രൊഡ്യൂസ്ഡ് ഇൻ ഫ്രക്ടിഫിക്കേഷൻ ഇൻ പിഗ്നിഡിയ അല്ലെങ്കിൽ അസർവ്യൂളസ് പോലെയുള്ള സ്ട്രക്ചേഴ്സിനകത്തായിരിക്കും ഈ പറയുന്ന കൊണീഡിയോ ഫോഴ്സ് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇതാണ് കൊണീഡിയോ ഫോഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന എന്താണ് മെത്തേഡ്സ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് വൺ ആണ് ഇതിനകത്ത് സിനമ. ഇതിപ്പോൾ ഓൾറെഡി നമുക്കറിയാമല്ലോ, കൊണീഡിയോ ഫോഴ്സ് ബോൺ സിംഗ്ലി ഫ്രീ ഫ്രം വൺ അനദർ. ഒന്ന് മറ്റൊന്ന് വേറെ ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊമാറ്റിക് സെല്ലിനകത്ത് കൊണീഡിയോ ഫോർ ഡയറക്റ്റ്ലി ഡെവലപ്പ് ചെയ്യുകയാണ്. രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞത് ഇൻ ദി ഫോം ഓഫ് സിനമ അല്ലെങ്കിൽ സ്പോറോഡോക്കിയാണ്. ഫസ്റ്റ് വൺ ആണ് സിനമ. സിനമ പറഞ്ഞു കഴിഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് ലോങ് കൊണീഡിയോ ഫോഴ്സ്. ഇതുണ്ടാകുന്ന കൊണീഡിയോ ഫോഴ്സ് വളരെ ലോങ് ആണ്. വിച്ച് ആർ യുണൈറ്റഡ് അറ്റ് ദി ബേസ്. ബേസിൽ ഇവരെന്ത് ചെയ്തിരിക്കും? യുണൈറ്റ് ചെയ്തിരിക്കും. ആൻഡ് ആഫ്റ്റർ അറ്റൈനിങ് സർട്ടൻ മെച്ചോറിറ്റി, കുറച്ച് മെച്ചോറൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും ദേ സെപ്പറേറ്റ് ഫ്രം വൺ അനദർ. ഒന്ന് മറ്റൊന്നിനകത്ത് എന്ത് ചെയ്തു പോകും? സെപ്പറേറ്റ് ചെയ്തു. ദിസ് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് കൊണീഡിയോ ഫോർ ഈസ് ഗിവൺ ഇൻ ദി നെയിം സെറേനിയം. ഒന്നെങ്കിൽ കൊറേനിയം, അതല്ലെന്നുണ്ടെങ്കിൽ ഓർ സിനമ. ഇങ്ങനെ ഇത് രണ്ടിലേതെങ്കിലും ഒരു പേരിലായിരിക്കും വിളിക്കുന്നുണ്ടാവുക. ഓക്കെ, കൊറേനിയം അല്ലെങ്കിൽ എന്താണ് സിനമ. അപ്പോൾ എന്താണ് യുണൈറ്റ് ചെയ്തിരിക്കും അറ്റ് ദി ബേസിൽ. എന്നിട്ട് അത് കഴിയുമ്പോഴോ ഒരു സർട്ടൻ സ്റ്റേജ് ഓഫ് മെച്ചോറിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി സെപ്പറേറ്റ്.
Then the conidia arise from the diverging free tips of conidiophores. Conidiophores diverging tipsiലായിരിക്കും എന്ത് റൈസ് ചെയ്യുന്നുണ്ടാവുക, conidiophores കാണുന്നത്. എക്സാമ്പിൾ വരുന്നത് ആർത്രോബോട്രിയം. ഓക്കെ, ആർത്രോബോട്രിയം ആണ് എക്സാമ്പിൾ വരുന്നത്. ഇത് നോക്കിയേ, ഇതിങ്ങനെ യുണൈറ്റ് ചെയ്തിട്ടായിരിക്കും ഇരിക്കുന്നത്. ഒരു സ്റ്റേജ് എത്തി കഴിയുമ്പോൾ ഇറ്റ് വിൽ ബി സെപ്പറേറ്റ്. നോക്കൂ, കൊണിഡിയോഫോഴ്സ് കൊണിഡിയനെ റിലീസ് ചെയ്യിപ്പിക്കുകയാണ്. ഇത് നോക്കിയേ, ഇത് കണ്ടോ, ഇതാണ് കൊണിഡിയയുടെ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് സ്പോറോഡോക്കിയ. സ്പോറോഡോക്കിയയുടെ കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹെമിസ്ഫെറിക്കൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബാരൽ ഷേപ്ഡ് ആയിട്ടുള്ള സെക്ച്വൽ സ്ട്രക്ചറാണ്. ബാരൽ ഷേപ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ഷേപ്പിലിരിക്കുന്നു എന്നുള്ളതാണ് മീൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഹെമിസ്ഫെറിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബാരൽ ഷേപ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഇതിൻ്റെ ഫ്രൂട്ടിംഗ് ബോഡി എന്ന് വിളിക്കുന്നത്. ഫൗണ്ട് ഇൻ സം ഫഞ്ച് ഇംപെർഫെക്റ്റ് ചെയ്ത് ഡ്യൂട്ടിറോമൈസിറ്റ്സിനകത്താണ് ഇത് കാണുന്നത്. ദി ലോവർ പാർട്ട് ഈസ് എ കുഷനേറ്റഡ് സ്ട്രോമ ലൈക്ക് മാസ് ഓഫ് ഹൈവേ. ലോവർ പാർട്ടുണ്ട്, അപ്പർ പാർട്ടുണ്ട്. ലോവർ പാർട്ട് എന്ന് പറയുന്നത് ഒരു കുഷനേറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും. ഇനി അപ്പർ പാർട്ടിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സ്ട്രോമ ഉണ്ടല്ലോ, ഇറ്റ് ബ്രേക്സ് ത്രൂ ദി ഹോസ്റ്റ് ടിഷ്യൂ. ഹോസ്റ്റ് ടിഷ്യൂവിനകത്ത് പാരസൈറ്റ്സ് ആണല്ലോ, അപ്പോൾ ഹോസ്റ്റ് ടിഷ്യൂവിനകത്ത് ബ്രേക്ക് ചെയ്തിട്ട് ഫ്രം എക്സ്പോസ്ഡ് അപ്പർ സർഫസ് എറൈസ് ദി കൊണിഡിയോഫോഴ്സ് വിച്ച് ബെയർ കൊണിഡിയ അറ്റ് ദെയർ ടിപ്സ്. ഒന്നുമില്ല. ദി കൊണിഡിയോഫോഴ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ദി അപ്പർ പാർട്ട് ഓഫ് സ്പോറോഡോക്കിയം. ഓക്കെ, ലോവർ പാർട്ടിൽ ഏറ്റവും താഴെ ഇരിക്കുന്നത് എന്താണ്, കുഷനേറ്റഡ് ആയിട്ടുള്ള സ്ട്രോമ, ഹൈഫൽ സ്ട്രോമയാണെന്നുണ്ടെങ്കിൽ അപ്പർ പോർഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇതിൻ്റെ എന്താണ്, കൊണിഡിയോഫോഴ്സ് ആയിരിക്കും അപ്പർ പോർഷൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ഓഫ് സ്പോറോഡോക്കിയം. അത്രേ പറഞ്ഞുള്ളൂ. ഈ പറയുന്ന കുഷനേറ്റഡ് ആയിട്ടിരിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇത് ലോവർ പാർട്ട്. ഇത് ഹോസ്റ്റ് ടിഷ്യൂവിനെ പെനിട്രേറ്റ് ചെയ്തിട്ട് കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നുണ്ട്, അപ്പർ പോർഷനിലേക്ക് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ആ എക്സ്പോസ് ചെയ്യുന്ന പോർഷനെയാണ് ഇവിടെ എന്ത് വിളിക്കുന്നത്, കൊണിഡിയോഫോഴ്സ് എന്ന് വിളിക്കുന്നത്. എന്തിനകത്ത്, ഇൻ സ്പോറോഡോക്കിയം. എക്സാമ്പിൾ വരുന്നത് എപ്പികോക്കമാണ്. ഇത് നോക്കൂ, ഇത് കുറച്ച് ബ്രേക്ക് ആയിട്ടുള്ള സ്ട്രക്ചറാണ് ആക്ച്വലി. ഇതാണ് ഇവിടുത്തെ സ്ട്രോമ എന്ന് പറഞ്ഞത്. നേരത്തെ പറഞ്ഞില്ലേ കുഷൻഡ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടെന്ന്. ദെൻ ഇതാണ് ഇവിടുത്തെ അപ്പർ ആയിട്ടുള്ള പോർഷൻ വിച്ച് ഈസ് കൊണിഡിയോഫോഴ്സ്. ഇതിനകത്തുനിന്ന് എറേസിൻ്റെ കൊണിഡിയാണ് ഇത് കേട്ടോ. ഇതാണ് ഹോസ്റ്റ് ടിഷ്യൂ. ദെൻ നെക്സ്റ്റ് ഈസ് പിക്നിഡിയം. പിക്നിഡിയത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്നത് ഒരു ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചറിനകത്തായിരിക്കും ഇരിക്കുന്നത്. ഒരു ക്യാവിറ്റി പോലെയാണ് ഇരിക്കുന്നത്. ഇത് നോക്കിയേ, ഒരു ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചറിലാണ് ആര് ഡെവലപ്പ് ചെയ്തത്, പിക്നിഡിയത്തിനകത്ത് കാണുന്ന ആരാണിത്, കൊണിഡിയോഫോർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്ന ഫ്രൂട്ടിംഗ് ബോഡിയാണിത്. അപ്പോൾ ഈ ഫ്രൂട്ടിംഗ് ബോഡിക്ക് ഇറ്റ് ഹാസ് എൻ ഓപ്പണിംഗ്, ഒരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. ഓപ്പണിങ്ങിനെ ഓസ്റ്റിയോൾ എന്ന് വിളിക്കും. ഈ ഓപ്പൺ ചെയ്ത് എന്ത് സാധനം പുറത്തോട്ട് പോകേണ്ടത്, കൊണിഡിയാണ് പോകേണ്ടത്. അപ്പോൾ നോക്കൂ, ഈ പറയുന്ന ഫ്ലാസ്ക് ലൈക്ക് സ്ട്രക്ചറിൻ്റെ ഇന്നർ വോൾ ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഈ പറയുന്ന വോള് ഒരു സ്യൂഡോ പാരൻകൈമറ്റസ് ടിഷ്യൂ കൊണ്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ സ്യൂഡോ പാരൻകൈമറ്റസിനകത്ത് ഇന്നർ ക്യാവിറ്റിയിലാണ് ആരിയ്ക്കുന്നത്, കൊണിഡിയോഫോഴ്സ് ഇരിക്കുന്നത്. എന്നിട്ട് ഈ കൊണിഡിയോഫോഴ്സ് എന്തിനെ റിലീസ് ചെയ്യിക്കും, കൊണിഡിയനെ റിലീസ് ചെയ്യിക്കും. കൊണിഡിയനെ റിലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് കൊണിഡിയം മെച്ചുർ ആവുന്ന സമയത്ത് മാത്രം റിലീസ് ചെയ്യിക്കണം. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനെ ക്ലോസ് ചെയ്യുകയും വേണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്ന ആളാണ് ഓസ്റ്റിയോൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോക്കിയേ, ഫ്ലാസ്ക് ഷേപ്ഡ് സ്ട്രക്ചർ ആണ്. ദി ക്യാവിറ്റി ഓഫ് ദി ഫ്ലാസ്ക് ഈസ് ലൈൻഡ് ബൈ എ സ്റ്റെറൈൽ സ്യൂഡോ പാരൻകൈമറ്റസ് ടിഷ്യൂ. ലൈൻ ചെയ്തിരിക്കുന്നത് ബൈ എ സ്റ്റെറൈൽ സ്യൂഡോ പാരൻകൈമറ്റസ് ടിഷ്യൂ ആണ്. കംപ്രൈസിങ് ഇറ്റ്സ് വോൾ, അതിൻ്റെ വോള് കംപ്രൈസ് ചെയ്തിരിക്കുകയാണ്. ആരാണ്, സ്റ്റെറൈലായിട്ടുള്ള സ്യൂഡോ പാരൻകൈമറ്റസ് ടിഷ്യൂ. ഇനി നോക്കിക്കഴിഞ്ഞാലോ, ഇറ്റ് ഈസ് കോൾഡ് പിക്നിഡിയൽ വോൾ. ഈ പറഞ്ഞ എന്താണ് ഫ്രൂട്ടിംഗ് ബോഡി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്റ്റെറൈലായിട്ടുള്ള സ്യൂഡോ പാരൻകൈമനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് പിക്നിഡിയൽ വോൾ. ഓക്കെ, പിക്നിഡിയൽ വോൾ എന്ന് വിളിക്കും. ദെൻ ദി ഫെർട്ടൈൽ ലെയർ ലൈസ് ഇൻ ദി ക്യാവിറ്റി. ഫെർട്ടൈൽ ലെയർ ഇരിക്കുന്നത് ക്യാവിറ്റിയുടെ അകത്താണ്. ഇതാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്ത്, കൊണിഡിയനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന കൊണിഡിയോഫോഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദി ഹോൾ സ്ട്രക്ചർ കൺസിസ്റ്റിംഗ് ഓഫ് ദി ക്യാവിറ്റി, ദി വോൾ ആൻഡ് ദി ഫെർട്ടൈൽ ലെയർ. ഈ ഒരു എൻ്റയർ സ്ട്രക്ചറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഭാഗങ്ങൾ, ക്യാവിറ്റി ഉണ്ടാകും, ക്യാവിറ്റിക്കകത്ത് ഫെർട്ടൈൽ ആയിട്ടുള്ള ലെയർ ഉണ്ട്. അത് കൂടാതെ എന്തുണ്ട്, വോൾ ഉണ്ട്. വോൾ വിച്ച് ഇസ് സ്റ്റെറൈൽ സ്യൂഡോ പാരൻകൈമ. ഇതിനെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എന്ത്, പിക്നിഡിയം എന്ന് വിളിക്കുന്നത്. പിന്നെ ഈ പിക്നിഡിയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിനകത്തിരിക്കുന്ന ഫെർട്ടൈൽ ലെയറിനകത്തിരിക്കുന്ന
കൊണിഡിയോഫോഴ്സ് വളരെ ഷോർട്ടായിട്ടുള്ള കൊണിഡിയോഫോഴ്സ് ആണ്, ചെറിയ കൊണിഡിയോഫോഴ്സ് ആണ് പ്രസന്റ് ആയിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ദേ എറൈസ് ഫ്രം പിക്നീഡിയൽ വോൾ. പിക്നീഡിയൽ വോളിനകത്ത് അല്ലെങ്കിൽ സ്യൂഡോ പാരൻകൈമാറ്റസ് ആയിട്ടിരിക്കുന്ന ടിഷ്യൂസിൻ്റെ അകത്തു നിന്നാണ് കൊണിഡിയോഫോഴ്സ് അറൈസ് ചെയ്യുന്നത്. ദി കൊണിഡിയ അബ്സ്ട്രാക്റ്റഡ് ഫ്രം ദി കൊണിഡിയോഫോഴ്സ്. കൊണിഡിയോഫോഴ്സിനകത്ത് നിന്ന് കൊണിഡിയ ഫോം ചെയ്യുന്നു. ദെൻ ദി പിക്നീഡിയ റിമെയിൻ ക്ലോസ് ഓപ്പൺ ബൈ ദി സർഫസ് ബൈ എ സ്മോൾ പോർ കോൾഡ് ആൻ ഓസ്റ്റിയോൾ. ഓസ്റ്റിയോൾ എന്ന് പറഞ്ഞിട്ട് ഒരു വളരെ ചെറിയ പോറുണ്ട്, അതുവഴിയാണ് പിക്നീഡിയം ഓപ്പൺ ചെയ്യുന്നതും ക്ലോസ് ചെയ്യുന്നതും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് അസർവ്യൂലസ്. അസർവ്യൂലസ് എന്ന് പറയുന്നതും ഇതും ഒരു എന്താണ് ഫ്രൂട്ടിംഗ് ബോഡി സ്ട്രക്ചറാണ്. കെൻ ബി കോൾ എ സോസർ ഷേപ്ഡ് സ്ട്രക്ചറാണ്. സോസർ അറിയില്ലേ, നമ്മൾ ചായ കുടിക്കുന്ന മറ്റേ സാധനമല്ലോ കപ്പും സോസറും, അതിൻ്റെ സോസർ ഷേപ്ഡ് സ്ട്രക്ചറാണ്. അതായത് ഒരുപാട് എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ സി ഷേപ്പിൽ വളഞ്ഞിട്ടൊന്നുമില്ല. എന്നാൽ ജസ്റ്റ് ഒരു കർവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർവുണ്ട്. ഇങ്ങനെ പരന്നാണോ ഇരിക്കുന്നത് സോസർ? അല്ല, ഇങ്ങനെ ജസ്റ്റ് ഒരു വരവുണ്ടാവില്ലേ, അതുപോലെ ജസ്റ്റ് ഒരു കർവേച്ചറായിട്ടുള്ള കാണപ്പെടുന്ന ഒരു സ്ട്രക്ചറാണ് ആക്ച്വലി അസർവ്യൂലസ് എന്ന് പറയുന്നത്. സോസർ ഷേപ്പ്ഡാണ്. കൺസിസ്റ്റിംഗ് ഓഫ് 2 sterile mass of hyphae. സ്റ്റെറൈൽ ആയിട്ടുള്ള സ്ട്രോമാറ്റിക് മാസ് ഓഫ് ഹൈഫേ ഉണ്ടായിരിക്കും, അത് വെജിറ്റേറ്റീവ് ആണ്. അതുപോലെ തന്നെ ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ലെയർ ഓഫ് കൊണിഡിയോഫോറും ഇവിടെ പ്രസന്റ് ആണ്. കൊണിഡിയോഫോർസ് ഇവിടെയും വളരെ ഷോർട്ടാണ്. പിന്നെ ഇവിടുത്തെ പ്രത്യേകതകൾ കുറച്ച് കൂടുതലാണ്. അതായത് ദേ എറൈസ് ഫ്രം എ മാറ്റ് ഓഫ് ക്ലോസ്ലി ക്രൗഡഡ് ഹൈഫേ ഫോമിങ് സ്മോൾ ഡിസ്ക് കോൾഡ് സ്ട്രോമ ആൻഡ് ലൈ സൈഡ് ബൈ സൈഡ് ഫോം എ കണ്ടിന്യൂസ് ലെയർ. ഒന്നുമില്ല കേട്ടോ, വളരെ സിമ്പിളാണ് സംഭവം. ദേ എറൈസ് ഫ്രം എ മാറ്റ് ഓഫ് ക്ലോസ്ലി ക്രൗഡഡ് ഹൈഫേ. അതായത് ഇത് നോക്കി, ഇതാണ് അസർവ്യൂലസ്. ഇതിൻ്റെ സ്ട്രക്ചറിനെ നമ്മൾ കുറച്ചൊന്ന് നീട്ടി നമ്മൾ വരച്ച് നോക്കുവാണേ. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എറൈസ് ചെയ്തത് കൊണിഡിയോഫോഴ്സ് വളരെ ചെറുതാണ്. ഓക്കെ, കൊണിഡിയോഫോഴ്സ് വളരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഈ കൊണിഡിയോഫോഴ്സ് എറൈസ് ചെയ്യുന്ന സ്ട്രക്ചർ ഉണ്ടല്ലോ, എറൈസ് ചെയ്ത് വന്ന ഭാഗത്തിനെ വിളിക്കുന്നത് എന്താണെന്ന് പറഞ്ഞത്, ഒരു ചെറിയ ഡിസ്കാണ്. അവിടെ കാണപ്പെടുന്നത് സ്ട്രോമ എന്ന് പറഞ്ഞിട്ടൊരു റീജിയൻ ആണെന്ന് പറഞ്ഞു. മാറ്റ് ഓഫ് ക്ലോസ്ലി ക്രൗഡഡ് ഹൈഫേ ആണ് അവിടെ പ്രസന്റ് ആയിരിക്കുന്നത്. ആൻഡ് ലൈ സൈഡ് ബൈ സൈഡ് ടു ഫോം എ കണ്ടിന്യൂസ് ലെയർ. ഒരു കണ്ടിന്യൂസ് ലെയർ ആവാൻ വേണ്ടിയിട്ട് സ്ട്രോമയുടെ ഇടയ്ക്ക് കൊണിഡിയോഫോർ വെച്ചിട്ട് ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുന്നു, അറേഞ്ച് ചെയ്തിരിക്കുന്നു. ദെൻ ദി കൊണിഡിയ ആർ അബ്സ്ട്രാക്റ്റഡ് ഫ്രം ദി ടിപ്പ് ഓഫ് ദി കൊണിഡിയോഫോർസ്. കൊണിഡിയോഫോറിന്റെ ടിപ്പിലാണ് ആയിരിക്കുന്നത് കൊണിഡിയ ഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇന്റർമിംഗിൾഡ് വിത്ത് ദി കൊണിഡിയോഫോർസ് ആർ സംടൈംസ് ഫൗണ്ട് ഡാർക്ക് ലോങ് സ്റ്റിഫ് ബ്രിസിൽസ്. ദീസ് ആർ കോൾഡ് സീറ്റേ. ഇനി നോക്കിയേ, സീറ്റേ എന്ന് പറഞ്ഞിട്ട് ചെറിയ ചില സ്ട്രക്ചേഴ്സും കൂടി പ്രസന്റ് ആണ്. ഈ പറയുന്ന കൊണിഡിയോഫോഴ്സിനെ ഇന്റർമിംഗിൾ ചെയ്തിട്ട് ഡാർക്ക് ആയിട്ടുള്ള കുറച്ച് സ്ട്രക്ചേഴ്സ് പ്രസന്റ് ആണ്. അതിനെ വിളിക്കുന്ന പേരാണ് സീറ്റേ. നോക്കിയേ, ഈ കാണുന്ന ഡാർക്ക് കളറിൽ കാണുന്ന സാധനമാണ് ഇവിടുത്തെ സീറ്റേ. ഇങ്ങനെ ഇവിടെ കാണുന്നുണ്ടോ, ചെറിയ വിബ്രിയോ കോളറെ ഷേപ്പിലുള്ള സാധനം, ഇതാണ് ഇവിടുത്തെ കൊണീഡിയ എന്ന് പറയുന്നത്. കൊണീഡിയ ഡെവലപ്പ് ചെയ്ത് വന്ന കൊണീഡിയോഫോർ ആണ് ഇവിടെ ഈ കാണുന്ന ചെറിയ ചെറിയ തരിതരി പോലെ കാണുന്ന ഫ്രാഗ്മെന്റ്സ് കണ്ടോ, ഈ സാധനമാണ് ഇവിടുത്തെ കൊണീഡിയോഫോഴ്സ്. ഓക്കെ, ഇനി അസർവ്യൂലസ് എന്ന് പറയുന്നത് ഈ ഹോൾ സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് ആക്ച്വലി എന്ത്, അസർവ്യൂലസ്. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ 4 കൈൻഡ് ഓഫ് എന്താണ് കൊണിഡിയോഫോഴ്സിൻ്റെ ഓർഗനൈസേഷൻ ആണ് നോക്കിയത്. ഒരെണ്ണം നോർമൽ ഒരെണ്ണമായിരുന്നു, പിന്നെ ഉണ്ടായ സ്ട്രക്ചറിനകത്ത് ഒരെണ്ണം സിനമ, പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോറഡോക്കിയ, ദെൻ പിക്നീഡിയം, ദെൻ അസർവ്യൂലസ്. ഓക്കെ, പിന്നെ ഇനി നോക്കിക്കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷനാണ്. ഡ്യൂട്ടിറോമൈസീറ്റ്സ് അല്ലെങ്കിൽ ഡ്യൂട്ടിറോമൈക്കോട്ടയുടെ ക്ലാസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫഞ്ചി ഇംപെർഫെക്റ്റ് ഈസ് കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യൽ. ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണോ, ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സെക്ഷുവൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്തിട്ടുണ്ടാവുന്നത്, ക്ലാസിഫിക്കേഷൻ എടുത്തിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇവരല്ലാതെ താലസോ അതല്ലെന്നുണ്ടെങ്കിൽ എന്താണ് ലീഫിൻ്റെ സ്ട്രക്ചർ, സ്റ്റെമ്മിൻ്റെ സ്ട്രക്ചർ എന്നൊക്കെ നമ്മൾ മോർഫോളജിക്കകത്ത് പഠിക്കുന്നത് പോലെ ഇവർ താലസിൻ്റെ സ്ട്രക്ചർ ഒന്നും നോക്കിയിട്ടില്ല. ഇവരാകെ നോക്കിയിരിക്കുന്നത് ഇവർ ഹൗ ടു റീപ്രൊഡ്യൂസ്, എങ്ങനെയാണ് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടെ ആകെ ഒറ്റ കൈൻഡ് ഓഫ് റീപ്രൊഡക്ഷനേ ഉള്ളൂ, എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ആണ്, അത് കൊണീഡിയമാണ് അല്ലെങ്കിൽ കൊണിഡിയോസ്പോർസ് ആണ്. ഈ കൊണിഡിയോസ്പോർസിനകത്ത് തന്നെ കുറച്ച് ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഇവർ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദെയർ
കൊണീഡിയൽ പെക്യൂലിയാരിറ്റീസ് ആണ്. ആൻഡ് ബെയർസ് നോ കണക്ഷൻ ടു ദെയർ സെക്ഷൽ സ്റ്റേജ്, നോട്ട് ടു ദെയർ ഒറിജിൻ ഓർ എവല്യൂഷൻ. അതായത് സെക്ഷൽ സ്റ്റേജ് നോക്കിയിട്ടില്ല, അതുപോലെ തന്നെ അവരുടെ ഒറിജിൻ ആരുടെയാണ്, ഡ്യൂട്ടിറോമൈസിഡ്സിന്റെ ഒറിജിൻ നോക്കിയിട്ടില്ല, ഓർ എവല്യൂഷണറി കാറ്റഗറി ഒന്നും നോക്കിയിട്ടില്ല. ഇറ്റ് കാനോട്ട് ദെയർഫോർ ബി കോൾഡ് എ നാച്ചുറൽ ക്ലാസിഫിക്കേഷൻ. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്ത് വിളിക്കാൻ പറ്റില്ല, നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ വിളിക്കാൻ പറ്റില്ല. സച്ച് എ സിസ്റ്റം ഷോസ് നോ റിലേഷൻഷിപ്പ് വിത്ത് എന്താണ്, നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ്റെ ഒറ്റ കാറ്റഗറിയുമായിട്ടും ഇതിന് ഒരു റിലേഷൻഷിപ്പും കാണിക്കുന്നില്ല. ഓൺലി ദി ക്രൈറ്റീരിയ വിൽ ബി conidiophores ആണ്. ദി Deuteromycetes thus in an artificial class created for convenience to include fungi which do not fit in the other group of fungi. വേറൊരു ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ പോലും ഇവരിൽ വേറെ ഒരു ഗ്രൂപ്പിലും പെടുത്താൻ പറ്റാത്ത കുറച്ച് ആൾക്കാരെയും കൂടി കൊണ്ടുവന്ന് എവിടെ കൊടുത്തിട്ടുണ്ട്, ഡ്യൂട്ടിറോമൈസിറ്റ്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം അവരുടെ ഒന്നും സെക്ഷൽ മോഡ് ഓഫ് റിപ്രൊഡക്ഷൻ അറിയാത്തതുകൊണ്ട്. ദി മൈക്കോളജിസ്റ്റ് യൂസ്ഡ് ദ ടേം the word form as a prefix before the subdivision class, order, family, genus and species to denote the artificial and temporary nature of the class fungi. ഈ ഒരു ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നതെങ്കിൽ പോലും പ്രോമിനൻ്റ് അല്ലല്ലോ. അതായത് ഇവരിൽ എപ്പോഴെങ്കിലും ഇവരെ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ആസ്കോമെസിഡ്സ് ഓർ ബെസ്ലിയമെസിഡ്സ്. അപ്പോൾ അതുകൊണ്ട് ടെമ്പററി ആയിട്ടുള്ള ഈ ഒരു നേച്ചറും സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഇല്ലാത്തതും കാരണം ഇവരിൽ ഫോം എന്ന് പറഞ്ഞിട്ടൊരു പ്രിഫിക്സ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ പറയുന്ന എന്തിനാണ്, ഡ്യൂട്ടിറോമൈസിഡ്സിന് കുറച്ച് ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ദെൻ ദി ക്യാരക്ടേഴ്സ് ഓൺ വിച്ച് ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ദി ഫോം ക്ലാസ് ഫഞ്ചി ഇംപെർഫെക്റ്റ് ഈസ് ബേസ്ഡ്, അതായത് കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ക്രൈറ്റീരിയ ഓഫ് ക്ലാസിഫിക്കേഷൻ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് കൊണീഡിയയുടെ പ്രസൻസും ആബ്സെൻസും, ദെൻ കളർ, ഷേപ്പ്, സെപ്റ്റേഷൻ ഓഫ് കൊണീഡിയയുടെ കളർ, ഷേപ്പ്, അതുപോലെ തന്നെ സെപ്റ്റേഷൻ, ആൻഡ് കൈൻഡ് ഓഫ് അസെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡി. അതുപോലെ തന്നെ അസെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡി ഏത് ടൈപ്പ് ആണെന്ന് നോക്കിയിട്ട്, ഇത് നമ്മൾ ക്ലീസ്റ്റോതീഷ്യം അപ്പോതീഷ്യം ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഇവിടുത്തെ എന്താണ് അസെക്ഷൽ ഫ്രൂട്ടിംഗ് ബോഡി ഏതാണെന്ന് നോക്കിയിട്ട്, ഇതൊക്കെയാണ് ഇവിടെ ക്രൈറ്റീരിയ ആയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഓൺ ദി ബേസിസ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ദി ഫോം ക്ലാസ് ഡ്യൂട്ടിറോമൈസിഡ്സ് ഡിവൈഡഡ് ഇൻ ടു ദി ഫോളോയിങ് ഫോം ഓർഡർ. ഫോം ക്ലാസ്സിനെ ഫോം ഓർഡർ ആക്കുകയാണ്. ഫോം ഓർഡർ മൊണീലിയേൽസ്, ഫോം ഓർഡർ സ്ഫിറോസിഡിയേൽസ്, ഫോം ഓർഡർ മെലാങ്കോണിയേൽസ്, ദെൻ ഫോം ഓർഡർ മൈസീലിയ സ്റ്റെറിലിയ. നോക്കിയേ, ഫസ്റ്റ് വൺ ഫോം ഓർഡർ മൊണീലിയേൽസ്. കൊണീഡിയ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡയറക്ട്ലി ഓൺ ഹൈഫേ ഓർ ഓൺ കൊണീഡിയോഫോഴ്സ്. ഒന്നെങ്കിൽ കൊണീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഡയറക്ട്ലി ഹൈഫയിലായിരിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഹൈഫയുടെ എൻഡിൽ കൊണിഡിയോഫോർ ഉണ്ടായിരിക്കും, അതിനകത്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ വരുന്നത് ഫ്യൂസേറിയം, ഓൾട്ടർനേറിയ, സെർക്കോസ്പോറ, ഇതൊക്കെയാണ് ഡ്യൂട്ടിറോമൈക്കോട്ടയുടെ എക്സാമ്പിളാണ്. അതിനകത്ത് ഫോം ഓർഡർ മൊണീലിയൽസിനകത്ത് വരുന്നതാണ് ഫ്യൂസേറിയം, ഓൾട്ടർനേറിയ, സെർക്കോസ്പോറ. ദെൻ നെക്സ്റ്റ് ഈസ് ഫോം ഓർഡർ സ്ഫിയറോപ്സിഡൈൽസ്. സ്ഫിയറോപ്സിഡൈൽസിനകത്ത് വരുന്നത് കൊണീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ പിക്നീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടില്ലേ, ആ പിക്നീഡിയയാണ് ഇവിടുത്തെ എന്താണ് ഫ്രൂട്ടിംഗ് ബോഡി എന്ന് പറയുന്നത്. അതിനകത്താണ് എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്, കൊണീഡിയ ഡെവലപ്പ് ചെയ്യുന്നത്. ദെൻ ഫോം ഓർഡർ മെലാങ്കോണിയൽസ് പറഞ്ഞു കഴിഞ്ഞാൽ കൊണീഡിയ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിതിൻ്റെ അസർവ്യൂളയ്ക്കകത്തായിരിക്കും. ഫാമിലി വരുന്നത് മെലങ്കോണിയസിയാണ്. എക്സാമ്പിൾ വരുന്നത് കൊളീറ്റോട്രിക്കം. ദെൻ നെക്സ്റ്റ് ഈസ് ഫോം ഓർഡർ മൈസീലിയ സ്റ്റെറിലിയ. നോക്കിയേ, മൈസീലിയ സ്റ്റെറിലിയ, ദി നെയിം ഇറ്റ്സെൽഫ് സേസ് ദാറ്റ് ദി മൈസീലിയ വിച്ച് ഇസ് സ്റ്റെറൈൽ. അവിടെ എന്താണ്, എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നില്ല, ഈ പറഞ്ഞ കൊണീഡിയനെ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കൊണീഡിയ ലാക്ക് ചെയ്യുന്നുണ്ട് അവിടുത്തെ മൈസീലിയ. ദെൻ നെക്സ്റ്റ് നോക്കിയേ, ഫ്യൂസേറിയം, ഓൾട്ടർനേറിയ, ഇതൊക്കെ ഫ്യൂസേറിയമാണിത്, ഓൾട്ടർനേറിയ. ദെൻ നെക്സ്റ്റ് ഈസ് സെർക്കോസ്പോറയാണ്. ഇതൊക്കെ സെർക്കോസ്പോറയുടെ കൊണിഡിയോഫോർ ആണ് കാണിച്ചിരിക്കുന്നത്. ദെൻ കൊളീറ്റോട്രിക്കം, ഇത് നമ്മൾ ലാബ് കണ്ടീഷൻസിൽ വളർത്തുന്നതാണ്. ദെൻ ഇനി നേരത്തെ നമ്മൾ ഡിവൈഡ് ചെയ്ത ഓർഡേഴ്സ് ഉണ്ടല്ലോ, then these orders are further divided into families ആയിട്ടുണ്ട്. എന്ത് ഫാമിലീസ് ഉണ്ട്, ഫോം ഫാമിലീസ്, ഓൺ ദി ബേസിസ് ഓഫ് സെപ്റ്റേഷൻ ആൻഡ് ഷേപ്പ് ഓഫ് ദി കൊണിഡിയയുടെ ഷേപ്പും അതുപോലെ തന്നെ സെപ്റ്റേഷനും വെച്ചിട്ട് എഗെയിൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വിച്ച് ഈസ് ഫസ്റ്റ് ഈസ്
അമരോസ്പോറേസി. അമരോസ്പോറേസി പറഞ്ഞാൽ കൊണിഡിയ അവിടെ വൺ സെൽഡാണ്, സിംഗിൾ സെല്ലാണ്. ദെൻ അലാൻഡോസ്പോറെ വിച്ച് ഇസ് കൊണിഡിയ സിലിണ്ടറിക് ആൻഡ് കർവ്ഡ്. ദെൻ ഹയാലോസ്പോറെ കൊണിഡിയ ഹയാലിൻ ആണ് വിച്ച് ഇസ് കളർലെസ്. ദെൻ ഫിയോസ്പോറെ കൊണിഡിയ കളേർഡ് ആണ്, ഫിയോസ്പോറെ. ദെൻ ഡൈഡിമോസ്പോറെ വിച്ച് ഇസ് കൊണിഡിയ ഓവോയിഡ് ടു ഒബ്ലോങ് ആണ്, വൺ സെപ്റ്റേറ്റ്, ഒറ്റ സിംഗിൾ സെപ്റ്റേറ്റ് ആണ്. ദെൻ ഹയാലിൻ ആവാം, കളേർഡ് ആവാം. ദെൻ ഫ്രാക്മോസ്പോറെ. ഫ്രാക്മോസ്പോറെ പറഞ്ഞു കഴിഞ്ഞാൽ കൊണിഡിയ വിത്ത് 2 or more പ്രോസെപ്റ്റ. കൊണിഡിയക്കകത്ത് 2 അതിൽ കൂടുതലോ ക്രോസെപ്റ്റ് പ്രസന്റ് ആയിരിക്കും. ദെൻ ഡിക്റ്റിയോസ്പോറെ കൊണിഡിയ മ്യൂരിഫോം, ഹയാലിൻ ഓർ കളേർഡ്, ഏത് വേണേലും ആവാം. ദെൻ സ്കോളസ്കോപ്പോറെ. സ്കോളസ്കോപ്പോറെ പറഞ്ഞു കഴിഞ്ഞാൽ കൊണിഡിയ ഫിലിഫോം ആണ്. ദെൻ സ്റ്റ്യൂറോസ്പോറേസിയേറ്റ്. സ്റ്റ്യൂറോസ്പോറേസിയ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താണ് കൊണിഡിയ വരുന്നത് സ്റ്റാർ ഷേപ്ഡ് ആണ്. ദെൻ ഹെലിക്കോസ്പോറേസിയ കൊണിഡിയ എന്താണ് ഹെലിക്കൽ ഷേപ്പിലായിരിക്കും കാണപ്പെടുന്നത്. ഇങ്ങനെ കൊണിഡിയയുടെ ഷേപ്പും സെപ്റ്റേഷനും വെച്ചിട്ട് എന്തായിട്ട് ഫോം ഫാമിലീസ് ആയിട്ട് ഫോം ഓർഡേഴ്സിനെ ക്ലാസിഫൈ ചെയ്തു. ഫസ്റ്റ് ഈസ് ഫോം ഫാമിലി അമരോസ്പോറേസിയെ, ദെൻ ഫോം ഫാമിലി അലാൻഡോസ്പോറെ, ദെൻ ഫോം ഫാമിലി ഹയാലോസ്പോറെ, ദെൻ നെക്സ്റ്റ് ഈസ് ഫിയോസ്പോറെ, ഡൈഡിമോസ്പോറെ, ഫ്രാക്മോസ്പോറെ, ഡിക്റ്റിയോസ്പോറെ, സ്കോളിസ്കോസ്പോറെ, സ്റ്റോറോസ്പോറെ, ദെൻ ഹെലിക്കോസ്പോറെ. ഇങ്ങനെ കുറേ ഫോം ഫാമിലീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? ഫോം ഓർഡേഴ്സിനെ. നോക്കൂ, ഫോം ക്ലാസ്സിനെ ഫോം ഓർഡേഴ്സ് ആക്കി, ഫോം ഓർഡേഴ്സിനെ ഫോം ഫാമിലി ആക്കി. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കൊണിഡിയൽ ഓണ്ടോജനി ഇൻ ഡ്യൂട്ടിറോമൈസിൻസ്. കൊണിഡിയൽ ഓണ്ടോജനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊണിഡിയയുടെ ഫോർമേഷൻ മെത്തേഡിനെയാണ് കൊണിഡിയൽ ഓണ്ടോജനി എന്ന് വിളിക്കുന്നത്. ഓക്കെ, കൊണിഡിയൽ ഓണ്ടോജനി മീൻസ് ദാറ്റ് ദി ആക്ച്വൽ മെത്തേഡ് ബൈ വിച്ച് ദി കൊണിഡിയൽ സെൽസ് ഫോംസ് ഇൻ ദി കൊണിഡിയ. കൊണിഡിയക്കകത്ത് കൊണിഡിയൽ സെൽസ് ഫോം ചെയ്യുന്ന മെത്തേഡ്സിനെയാണ്, ആക്ച്വൽ മെത്തേഡിനെയാണ് എന്ത് വിളിക്കുന്നത്? കൊണിഡിയൽ ഓണ്ടോജനി എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദി ഗ്രേറ്റ് ഇമ്പോർട്ടൻസ് ഇൻ ദി ടാക്സോണമിക് സ്റ്റഡി. ടാക്സോണമിക് സ്റ്റഡിക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെനി വർക്കേഴ്സ് നൗ ബിലീവ് ദാറ്റ് ദി പ്രൈമറി ഐഡിയ ഫോർ ക്ലാസിഫിക്കേഷൻ്റെ പ്രൈമറി ഐഡിയ എന്ന് പറയുന്നത് should be conidial ontogeny ആവും. Then there are 2 major groups of mode of conidiogenesis. 2 മേജർ ക്ലാസ് ആണുള്ളത്. താലിക് മോഡ് ഓഫ് കൊണിഡിയോജെനിസിസും ദെൻ ബ്ലാസ്റ്റിക് മോഡ് ഓഫ് കൊണിഡിയോജെനിസിസും. ഓക്കെ, ഇങ്ങനെ 2 ടൈപ്പിലാണ് വരുന്നത്. ദെൻ ഫസ്റ്റ് വൺ വരുന്നത് ഈ താലിക് മോഡ് ഓഫ് കൊണിഡിയോജെനിസിസ്. താലിക് മോഡ് ഓഫ് കൊണിഡിയോജെനിസിസ് പറഞ്ഞു കഴിഞ്ഞാൽ കൊണിഡിയ ഫോം ചെയ്യുന്നത് ബൈ എ മെത്തേഡ് ആർ ജനറലി കോൾഡ് ആസ് ആർത്രോകൊണിഡിയ. ഓക്കെ, ഇങ്ങനെയാണ് പറയുന്നത്. അതായത് ഈ ഒരു താലിക് മോഡ് ഓഫ് കൊണിഡിയോജെനിസിസ് വഴി ഡെവലപ്പ് ചെയ്ത് വരുന്ന കൊണിഡിയനെ വിളിക്കുന്ന പേരാണ് ആർത്രോകൊണിഡിയ. ഇൻ ദിസ് മെത്തേഡ് ദി എൻറ്റയർ പ്രീ എക്സിസ്റ്റിംഗ് സെൽ ഓഫ് ദി താലസ് ഓർ ഹൈഫേ ഈസ് ട്രാൻസ്ഫോംഡ് ഇൻ ടു കൊണിഡിയം ഓർ ആർത്രോസ്പോർ. ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും പ്രീ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ സെൽസും എന്തായിട്ട് മാറും? കൊണിഡിയ ആയിട്ട് മാറും. ഇത് തന്നെ 2 ടൈപ്പ് ഉണ്ട്. ഹോമോതാലിക് അല്ല, ഹോളോതാലിക് ആണേ. ഹോളോതാലിക് ആൻഡ് എൻഡറോതാലിക്. ഹോളോതാലിക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഓൾ ദി ലെയർ ഓഫ് ദി സെൽ വോളിൻ്റെ എല്ലാ ലെയറും തന്നെയും ഇൻവോൾവ് ചെയ്യും ഇൻ ദി ഫോർമേഷൻ ഓഫ് കൊണിഡിയ. ഇനി എൻഡറോതാലിക് ആണെന്നുണ്ടെങ്കിലോ ഓൺലി ദി ഇന്നർ വോൾ ഓഫ് ദി കൊണിഡിയോജനസ് സെല്ലിൻ്റെ ഇന്നർ വോള് മാത്രമേ എന്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ? എൻഡറോതാലിക് മോഡ് ഓഫ് കൊണിഡിയോജെനിസിസിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യത്തുള്ളൂ ഫോർ ദി ഫോർമേഷൻ ഓഫ് കൊണിഡിയ. ഓക്കെ, നോക്കിയേ, താലിക് മോഡ് ഓഫ് കൊണിഡിയോജെനിസിസ് പറഞ്ഞു കഴിഞ്ഞാൽ കൊണിഡിയ ഫോം ചെയ്യുന്നത് വൈ എ മെത്തേഡ് വിച്ച് ആർ ജനറലി കോൾഡ് ആർത്രോകോഡിയ. Then in this method the entire pre-existing cell of the thallus or hyphae is transformed into conium. നോക്കിയേ, ഹോളോതാലിക് നമ്മൾ ഇതിനു മുമ്പ് ഹോളോകാർപ്പിക് ആൻഡ് യൂകാർപ്പിക് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ താലസ് സ്ട്രക്ചർ അല്ലെങ്കിൽ ഹൈഫേ അല്ലെ മൈസീലിയത്തിൻ്റെയൊക്കെ സ്ട്രക്ചർ നോക്കിയ സമയത്ത് വെജിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫഞ്ചിക്ക് അത് എടുത്തിട്ടുള്ളതാണ്. ഹോളോകാർപ്പിക് എന്ന് പറയുമ്പോൾ എൻ്റയർ സ്ട്രക്ചർ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറായിട്ട് മാറും. അവിടെ വെജിറ്റേറ്റീവ് സെൽസ്, റീപ്രൊഡക്റ്റീവ് സെൽസ് അങ്ങനെ വേരിയേഷൻ ഒന്നുമില്ല. യൂകാർപ്പിക് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഒരു പാർട്ട് ഓഫ് ദി വെജിറ്റേറ്റീവ് സെൽ മാത്രമാണ് എന്തായിട്ട് മാറുന്നത്? സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷന് വേണ്ടിയിട്ട് വില്ലിങ് ആയിട്ട് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഹോളോതാലിക്, ഹോൾ ഓഫ് ദി താലി അല്ലെന്നുണ്ടെങ്കിൽ എൻ്റയർ സെൽ വോൾ എന്തായിട്ട് മാറും, സെൽ എന്തായിട്ട് മാറുവാണ്? ഇൻവോൾവ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ദി കൊണിഡിയ. ഇനി എൻഡ്രോതാലിക് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലി ദി ഇന്നർ വോൾ ഓഫ് ദി കൊണിഡോജിനസ് സെല്ല് മാത്രമാണ് എന്ത് ചെയ്യുന്നത്? ടേക്ക് പാർട്ട് ഇൻ ദി
formation of conidia. Then ഇത് ഓക്കെ ടൈപ്സ് ഓഫ് കൊണീഡിയ അല്ലെങ്കിൽ കൊണീഡിയോജെനസിസ് രണ്ട് ടൈപ്പ്. ഫസ്റ്റ് വൺ ഈസ് താലിക്, ഇതാണ് ഇപ്പം നമ്മൾ നോക്കിയത്. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബ്ലാസ്റ്റിക്. ഇത് രണ്ടിനെയും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. താലിക് പറഞ്ഞാൽ ഹോളോ താലിക്കും താലിക് ആർത്തിക് അല്ലെങ്കിൽ എൻട്രോ താലിക്. ഇനി ബ്ലാസ്റ്റിക്കിനകത്ത് എൻട്രോബ്ലാസ്റ്റിക്കും ഉണ്ട്, ഹോളോ ബ്ലാസ്റ്റിക്കും ഉണ്ട്. ഇത് നോക്കിയേ, ഒരു ടിഷ്യൂ അതിൻ്റെ ഹോൾ സ്ട്രക്ചർ എന്തായിട്ട് മാറുന്നുണ്ട് ഇവിടെ? ഹോളോതാലിക് പുതിയതായിട്ട് കൊണീഡിയ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്നു. ഇനി എൻട്രോതാലിക് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ലെയർ ഓഫ് സെല്ല് മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന എൻട്രോതാലിക് ആകാൻ വേണ്ടി പോകുന്നത്. ഇനി നെക്സ്റ്റ് ഈസ് ബ്ലാസ്റ്റിക് ആണ്. ബ്ലാസ്റ്റിക് പറഞ്ഞാലും ഇതുപോലെയൊക്കെ തന്നെയാണ്. അതായത് ഇൻ ദിസ് മെത്തേഡ്, ഈ മെത്തേഡിനകത്ത് ദി കൊണീഡിയം എറൈസ് ഫ്രം ഓൺലി എ പാർട്ട് ഓഫ് പ്രീ എക്സിസ്റ്റിംഗ് സെൽ. പ്രീ എക്സിസ്റ്റിംഗ് സെല്ലിൻ്റെ ഒരു പാർട്ടിൽ നിന്ന് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, കൊണീഡിയ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. അണ്ടർഗോസ് എൻലാർജ്മെന്റ്, ഫസ്റ്റിലെ അത് എൻലാർജ് ചെയ്യും ബിഫോർ ഇറ്റ് ഈസ് ഡിലിമിറ്റഡ് ഫ്രം കൊണീഡിയോജെനസ് സെൽ. കൊണീഡിയോജെനസ് സെൽ ആവുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇവരെ എന്ത് ചെയ്യും, എൻലാർജ് ചെയ്യും. ഇറ്റ് മേ ബി ഓഫ് ടു ടൈപ്സ്, ഹോളോബ്ലാസ്റ്റിക് ആൻഡ് എൻട്രോബ്ലാസ്റ്റിക്. ഹോളോബ്ലാസ്റ്റിക് പറഞ്ഞു കഴിഞ്ഞാൽ all the layers of cell wall of conidiogenous cell are involved in the formation of the conidium. കൊണീഡിയത്തിന് അത് എല്ലാ സെൽ വോളിൻ്റെ എല്ലാ പാർട്ടും അല്ലെന്നുണ്ടെങ്കിൽ കൊണീഡിയോജെനസ് സെല്ലിൻ്റെ എല്ലാ ലെയേഴ്സ്, സെൽ വോളിൻ്റെ എല്ലാ ലെയേഴ്സും എന്തായിട്ട് മാറും, ടേക്ക് പാർട്ട് ചെയ്യും ടു ദി ഫോർമേഷൻ ഓഫ് ദി ഹോളോ കൊണീഡിയ. എക്സാമ്പിൾ വരുന്നത് സ്ക്ലാഡോസ്പോറിയം ആണ്. ദെൻ നെക്സ്റ്റ് ഈസ് എൻട്രോബ്ലാസ്റ്റിക്. എൻട്രോബ്ലാസ്റ്റിക് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ അവിടെ എൻട്രോതാലിക് പറഞ്ഞ പോലെ തന്നെയാണ്. ഓൺലി ദി ഇന്നർ വോൾ ഓഫ് ദി കൊണിഡോസ്പോറജനസ് സെല്ല് മാത്രമാണ്, അല്ലെങ്കിൽ കൊണിഡിയോജനസ് സെല്ല് മാത്രമാണ് ഇവിടെ ടേക്ക് പാർട്ട് ചെയ്യുന്നതിൻ്റെ ഫോർമേഷൻ ഓഫ് ദി കൊണീഡിയ. ഇനി ഇറ്റ് മേ ബി ഓഫ് ടു ടൈപ്സ്, ഇതും രണ്ട് ടൈപ്പ് ഉണ്ട്, ഫിയാലിഡിക്കും അതുപോലെ തന്നെ ട്രെറ്റിക്കും. ഫിയാലിഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൊണിഡിയൽ ഡെവലപ്മെൻറ്റ് ടേക്സ് പ്ലേസ് ചെയ്യുന്നത് ഫ്രം എ പ്ലസ് ഒന്നും ഇവിടെ ഇല്ല കേട്ടോ, സ്പെഷ്യലൈസ്ഡ് കൊണിഡിയോജനസ് സെൽ നോൺ ആസ് ഫിയാലൈഡ്. ഓക്കെ, നോക്കി, ഫിയാലൈഡിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കൊണിഡിയൽ ഡെവലപ്മെൻറ്റ് ടേക്ക് പാർട്ട് ചെയ്യുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കൊണിഡിയോജനസ് സെല്ലിൽ നിന്നാണ്. അതിനെ വിളിക്കുന്ന പേരാണ് ഫിയാലൈഡ്. ഇവിടെ എഴുതിയിരുന്നത് ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, അവിടെ എൽ എക്സ്ട്രാ ഉണ്ടായിരുന്നു, മാറ്റി എഴുതിയാണ് ഫിയാലൈഡ്. ഓക്കെ, ദെൻ കൊണിഡിയ ആർ ഫോംഡ് ഇൻ ദി ബേസിപെറ്റൽ സക്സഷൻ. ബേസിപെറ്റൽ സക്സഷനിലായിരിക്കും എപ്പോഴും എന്ത് ചെയ്യുന്നത്, കൊണീഡിയ ഡെവലപ്പ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതാണ് കൊണീഡിയോഫോർ, ദെൻ കൊണീഡിയ എറേസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മെച്യൂർ സെൽ എപ്പോഴും ഇരിക്കുന്നത് ടിപ്പിലായിരിക്കും, അതായിരിക്കും റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് മെച്യൂറായിട്ടുള്ള സെല്ല് ടിപ്പിലും യങ്ങർ സെല്ല് ബേസൽ പോർഷനിലുമായിട്ടായിരിക്കും ഇരിക്കുന്നത്. ഓക്കെ, മുല്ലപ്പൂവൊക്കെ പോലെ. മുല്ലയുടെ പൂവ് എങ്ങനെ പിടിക്കുന്നത്, ബേസിപെറ്റൽ സക്സഷൻ ആണ്. ഏറ്റവും മുകളിൽ ഇരിക്കുന്നത് ഫ്ലവറും സൈഡിൽ ബഡും അല്ലേ ഇരിക്കുന്നത്, ബേസിപെറ്റൽ സക്സഷൻ ആണ്. ഓക്കെ, ദെൻ എക്സാമ്പിൾ വരുന്നത് ഇവിടെ അസ്പെർജില്ലസും പെൻസിലിയും കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടി മാത്രമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സാധനമൊക്കെ ഉണ്ടല്ലോ, സെർക്കോസ്പോറ കൊളിറ്റോട്രിക്കം എന്നൊക്കെ പറഞ്ഞത്, അവിടെയൊന്നും ഈ പറഞ്ഞ ഫിയാലിഡിക്ക് കാണിക്കാൻ വേണ്ടി പറ്റത്തില്ല. ദീസ് ആർ ബിലോങ്സ് ടു ആക്ച്വലി ഡ്യൂട്ടിറോമൈസിറ്റ്സ് ആണ്. പക്ഷേ ഇതിനകത്ത് നമുക്ക് ഈ സ്ട്രക്ചർ നല്ലോണം കാണിക്കാൻ പറ്റുന്നുള്ളതുകൊണ്ട് ഇതെടുത്തിരിക്കുകയാണ്. ആക്ച്വലി ഇത് പെൻസിലിയം ആണ്. പെൻസിലിയത്തിൻ്റെ സ്ട്രക്ചർ നോക്കി, ഇത് ഫിയാലൈഡ് ആണ്. അതായത് ഇത് നോക്കൂ, മെച്യൂറായിട്ടിരിക്കുന്നത് ടിപ്പിലാണ്, യങ്ങറായിട്ടിരിക്കുന്നത് അറ്റ് ദി ബേസിലാണ് ഇരിക്കുന്നത്. ഫിയാലൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനകത്താണ് ഇവിടെ കൊണിഡിയോഫോർ എറൈസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ട്രെറ്റിക്. ട്രെറ്റിക് പറഞ്ഞു കഴിഞ്ഞാൽ ദി കൊണിഡിയം ഡെവലപ്സ് വെൻ ദി ഇന്നർ വോൾ പ്രൊട്രൂഡ്സ് ത്രൂ എ ചാനൽ ഇൻ ദി ഔട്ടർ വോൾ. ഇവിടെ കൊണിഡിയം ഡെവലപ്പ് ചെയ്യുന്നത് ഇന്നർ വോള്, ഏറ്റവും ഉള്ളിലുള്ള സാധനം ഔട്ടർ വോളിനെ പ്രൊട്രൂഡ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, കൊണിഡിയം എറൈസ് ചെയ്യുന്നത്. എക്സാമ്പിൾ വരുന്നത് ഹെൽമിന്തോസ്പോറിയം വെലിനേഷ്യം ആണ്. ഇത് അസ്പെർജില്ലസ് ആണ് കേട്ടോ. ഇതാണ് ഹെൽമിന്തോസ്പോറിയം വെലിനേഷ്യം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇന്നർ വോളിനെ പ്രൊട്രൂഡ് ചെയ്ത് പുറത്തേക്ക് വരുമ്പോഴാണ് ഇവിടെ എന്ത് ഡെവലപ്പ് ചെയ്യുന്നത്, കൊണിഡിയ ഡെവലപ്പ് ചെയ്യുന്നത്. കൊണിഡിയാണിത്. ഇതൊക്കെ കുറച്ച് പ്രിമിറ്റീവ് സാധനം ആയതുകൊണ്ട് ഫിഗറൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് നമുക്ക് കിട്ടാനായിട്ട്. അപ്പം അതാണ് ഇങ്ങനെയൊക്കെ വെച്ച് കാണിക്കുന്നത് കേട്ടോ. ഓക്കെ,
താങ്ക് യു. അത്രേ ഉള്ളൂ നമുക്ക് ഡ്യൂട്ടിറോമൈസിറ്റ്സിനെ കുറിച്ച് നോക്കാനുള്ളത്. അപ്പോൾ ഡ്യൂട്ടിറോമൈസിറ്റ്സ് എന്ന് പറയുന്നത് ഫഞ്ചൈ ഇംപെർഫെക്റ്റ് ആണ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫഞ്ചൈ ഇംപെർഫെക്റ്റൊക്കെയായിട്ട് നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? സെക്ഷൽ മോഡ് ഇവിടെ ഇല്ല. പിന്നെ ഇവരെ ഫോം എന്നുള്ള പ്രിഫിക്സ് ചേർത്തിട്ടാണ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സെപ്റ്റേറ്റ് ആയിട്ടുള്ള ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള ഹൈലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹൈഫൈ ആണ്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ കൊളിറ്റോട്രിക്കം, സെർക്കോസ്പോറ, പിന്നെന്താ പറഞ്ഞത് ഫ്യൂസേറിയം പോലെയുള്ള മെമ്പേഴ്സൊക്കെയാണ് ഈ പറയുന്ന ഡ്യൂട്ടിറോമൈസിറ്റ്സിനകത്ത് പ്രസൻ്റ് ആയിരിക്കുന്നത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ എസെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അത് കൊണീഡിയ ആണ്. കൊണീഡിയ വെച്ചിട്ടാണ് ഇതിൻ്റെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ക്ലാസ്സിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ എല്ലാം മുന്നേ ഫോം എന്ന് പറഞ്ഞിട്ടൊരു പ്രിഫിക്സ് ചേർത്തിട്ടുണ്ട്. മേജർ ക്രൈറ്റീരിയ ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കൊണീഡിയയുടെ സ്ട്രക്ചറും ഡെവലപ്മെൻറ്റും കളറും ഷേപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കൊണീഡിയ ഫോം ചെയ്യുന്നത് കൊണീഡിയോ 4 എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചറാണ്. അത് എറൈസ് ചെയ്ത് വന്നത് ഫ്രം എ സ്പോറോജിനസ് സെൽ ആണ്. കൊണീഡിയോജിനസ് സെൽ എന്ന് വിളിക്കും. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത് ചിലത് പാരസൈറ്റിക് ആണ്. മെയിൻലി സാപ്രോഫൈറ്റിക് ആയിട്ടുള്ള പ്ലാന്റ് ബോഡീസ് ആണ് ഇവിടെ കാണുന്നത്. വിത്തിൻ ഈ പറഞ്ഞ എന്താണ് ഡ്യൂട്ടിറോമൈസിറ്റ്സിനകത്ത് കാണുന്നത്. ഓക്കെ, ഡൺ. താങ്ക് യു.